ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റി എപ്പോഴും പരിഭവം പറയുന്ന ആളാണല്ലോ ഞാൻ. പക്ഷേ എനിക്ക് പരിഭവം ഇല്ലാത്തൊരു ദിവസമുണ്ട് കേട്ടോ. ദോശയോ ഇഡ്ഡലിയോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ദിവസം. ഇഡ്ഡലി ഉണ്ടാക്കാൻ ഞാൻ അധികം എഫേർട്ട് ഇടാറില്ല, കാരണം ഇഡ്ഡലി എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ചില സമയത്ത് പക്രൂന് ഇഡ്ഡലി ഇഷ്ടമുള്ളതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഇഡ്ഡലി കുറച്ച് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും ദോശയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. സാമ്പാർ കഷ്ണങ്ങളിൽ ഒട്ടുമിക്കതും കുറച്ച് ഇവിടെ തന്നെ ഉണ്ടായതാണ്. പിന്നെ പരിപ്പ് നന്നായി വേവിച്ചതിന് ശേഷം അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കായപ്പൊടി ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ടിട്ട് വേവിച്ചാൽ നല്ല അടിപൊളി സാമ്പാർ റെഡിയാണ് കേട്ടോ. സാമ്പാർ പൊടിക്ക് മണം കിട്ടാനായിട്ട് ഒരു പൊടികളും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പൊടികളൊക്കെ തന്നെ മതി. നല്ല സാമ്പാർ പരിപ്പായ മാത്രം മതി കേട്ടോ. നല്ല സാമ്പാറായിട്ട് തന്നെ കിട്ടും. അത് കഴിഞ്ഞ് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട്, ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് കടുകും ഉലുവയും ഉണക്കമുളകും വേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതായി വരുമ്പോൾ നമുക്ക് അപ്പോഴത്തേക്ക് മാവൊക്കെ റെഡിയാക്കി എടുക്കാം. മാവ് ഞാൻ അരയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ച് അധികമായിട്ട് ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസത്തേക്കുള്ളത് ഞാനത് മാറ്റി വയ്ക്കും. കുറച്ച് മാവ് എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് ഇന്നത്തേക്കുള്ളതിൽ മാത്രമാണ് ഉപ്പിട്ടിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കുന്നത്. മറ്റേ മാവ് എന്ന് പറഞ്ഞാൽ ഉപ്പിടാതെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ കേടുകൂടാതെ നമുക്ക് 2-3 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. കേടുകൂടാതെ 2-3 ദിവസമല്ല അതിൽ കൂടുതൽ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ആദ്യമായിട്ട് മാവ് ആട്ടി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ദോശ, അതിൻ്റെ ഒരു ടെക്സ്ചറിന് വ്യത്യാസം വരും. കുറേ ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന മാവാകുമ്പോൾ ഒരു ടെക്സ്ചറിനൊരു വ്യത്യാസം വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അധിക ദിവസമൊന്നും ഞാൻ മാവ് ഫ്രിഡ്ജിലെടുത്ത് വെക്കാറില്ല. ഏറിപ്പോയ 2-3 ദിവസം മാത്രമേ എടുത്ത് വെക്കാറുള്ളൂ. അത് കഴിഞ്ഞ് അതിനൊരു എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ദോശ കൂടി ഉണ്ടാക്കാനുണ്ട്. ഇഡ്ഡലി നന്നായി ചൂടാറിയതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. പിന്നെ തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി വരട്ടി കൊടുത്താൽ മതി മാവ് ഒഴിക്കുന്നതിന് മുമ്പ്. പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നെയ്യ് ഇവിടെ നിർബന്ധമാണ്. ഞാനാണെങ്കിൽ നമ്പീശൻ നെയ്യാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു നെയ്യാണ്. നല്ലൊരു കളറും നല്ലൊരു ഇതാണ് അതിന്. അപ്പോൾ ഞാൻ അത് തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. ദോശയൊക്കെ ആവുന്ന ദിവസങ്ങളിൽ ലഞ്ച് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. കാരണം നമുക്കത്ര വിശക്കില്ല ദോശയൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ ദോശയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ റെഡിയാണ് കേട്ടോ. ചട്നി ഉണ്ടാക്കിയിട്ടില്ലെന്ന്. സാമ്പാറും ചമ്മന്തിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് റെഡിയായി.